ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ സമനില പിടിച്ച ഇന്ത്യൻ ടീമിനെ അഭിനന്ദിച്ചുകൊണ്ട് പരിശീലകൻ ഗൗതം ഗംഭീർ നടത്തിയ പ്രസംഗമാണ് സോഷ്യൽ മീഡിയയിൽ തരംഗമായിരിക്കുന്നത്. ഓവലിൽ 5 മത്സരങ്ങളുടെ പരമ്പരയിൽ ഇരു ടീമുകളും 2 മത്സരങ്ങൾ വീതം ജയിക്കുകയായിരുന്നു. ഓവലിൽ നടന്ന അവസാന ടെസ്റ്റിൽ ഗംഭീര ജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. അതിനെക്കുറിച്ചെല്ലാം ഗംഭീർ പറയുന്നുണ്ട്. ഗൗതം ഗംഭീറിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: പരമ്പരയിൽ മികച്ച ഫലങ്ങൾ ഉണ്ടായി. അഭിനന്ദനങ്ങൾ. നിങ്ങൾ മെച്ചപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മൾ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ മേഖലകൾ നമുക്ക് മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കാം. ഇങ്ങനെ ചെയ്യുന്നത് തുടർന്നാൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ വളരെ കാലം നമുക്ക് ആധിപത്യം സ്ഥാപിക്കാൻ കഴിയും. താരങ്ങൾ വരികയും പോവുകയും ചെയ്യും. പക്ഷേ ഡ്രസ്സിംഗ് റൂമിന്റെ സംസ്കാരം കാത്തു സൂക്ഷിക്കണം. ആശംസകൾ. ആസ്വദിക്കൂ. നിങ്ങൾക്ക് കുറച്ച് ദിവസത്തെ അവധിയെടുക്കാം. ഇത്രയുമാണ് ഗംഭീർ പറഞ്ഞതിന്റെ ചുരുക്കഭാഗം. ഇംഗ്ലണ്ടിൽ മുതിർന്ന താരങ്ങൾ ഇല്ലാതെയാണ് ഇന്ത്യ എത്തിയത്. വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും പരമ്പരയ്ക്ക് മുമ്പ് വിരമിക്കൽ പ്രഖ്യാപിച്ചു. സ്പിന്നർ അശ്വിനും ടീമിൽ ഉണ്ടായിരുന്നില്ല. ഓസ്ട്രേലിയൻ പര്യടനത്തിനിടെയാണ് അശ്വിൻ ക്രിക്കറ്റ് മതിയാക്കിയത്. ശുഭ്മാൻ ഗില്ലിന്റെ നേതൃത്വത്തിൽ യുവനിരയുമായി എത്തിയ ഇന്ത്യൻ ടീമിൽ പലർക്കും വിശ്വാസമുണ്ടായിരുന്നില്ല. എന്നാൽ പ്രവചനങ്ങളെല്ലാം കാറ്റിൽ പറത്തി ഇന്ത്യ ഇംഗ്ലണ്ടിനൊപ്പം തന്നെ നിന്നു. ടെസ്റ്റ് ക്യാപ്റ്റൻ എന്ന നിലയിൽ തന്റെ ആദ്യ പരമ്പരയിൽ തന്നെ ശുഭ്മാൻ ഗിൽ ബാറ്റ് കൊണ്ട് തിളങ്ങി. പരമ്പരയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം ഗില്ലായിരുന്നു. 3 മത്സരങ്ങളിൽ മാത്രമേ കളിച്ചിട്ടുള്ളൂവെങ്കിലും ജസ്പ്രീത് ബുംറ തന്റെ പരിചയ സമ്പത്ത് മുഴുവൻ പുറത്തെടുത്തു. മുഹമ്മദ് സിറാജ് ആവട്ടെ ഹൃദയം കൊണ്ട് കളിച്ചു. പരമ്പരയിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരം സിറാജ് ആയിരുന്നു.